كفاني علم ربي من سؤالي. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. കൂടോത്തര പ്രവർത്തനത്തിലെ കൈവിഷം എന്ന് പറയുന്ന സബ്ജക്റ്റ്, കൈവിഷം, അതിൻ്റെ വിവിധ അനുഭവ കഥകൾ, ചികിത്സാ അനുഭവങ്ങൾ നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു സ്കൂൾ ഡ്രൈവറെ ഒരു സ്ത്രീ കൈവിഷം ചായയിൽ കൊടുത്തു തൻ്റെ ഭർത്താവാക്കാൻ ശ്രമിച്ച കഥയാണ്. ഡ്രൈവർ സ്കൂൾ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ്. സ്കൂളിലെ കുട്ടികളെ രാവിലെ റൂട്ടിൽ പോയി എടുത്തുകൊണ്ട് സ്കൂളിൽ കൊണ്ടാക്കുന്ന ജോലി മാന്യനായ ഒരു വ്യക്തി. അത് വളരെ മാന്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ 2 കുട്ടികൾ ഒരു സ്ഥലത്ത് നിന്ന് കയറുന്നുണ്ട്. ഈ 2 കുട്ടികളുടെ മാതാവ് ഈ കുട്ടികളെ വാഹനത്തിലേക്ക് കയറ്റുമ്പോൾ ഒരു ഗ്ലാസ് ചായ ഡ്രൈവർക്ക് പല ദിവസങ്ങളിലും കൊടുക്കുന്നു. ഡ്രൈവർ അതിൽ അസ്വാഭാവികത കണ്ടില്ല. തൻ്റെ 2 കുഞ്ഞു കുരുന്നുകളെ കയറ്റി വിടുമ്പോൾ ആ കുട്ടികളുടെ ശ്രദ്ധയും ആ കുട്ടികളുടെ പരിഗണനയും ഒന്ന് കിട്ടാനായിരിക്കും, കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കാനായിരിക്കാം ചായയൊക്കെ തന്നെ പരിഗണിക്കുന്നത് എന്ന് മാത്രമേ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവൂ. എന്നാൽ ദിവസങ്ങൾ അങ്ങനെ പോകവേ ഒരു ദിവസം ഈ സ്ത്രീ ഇദ്ദേഹത്തിനെ ഫോണിൽ വിളിക്കുന്നു. ഞാനിവിടെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്, നിങ്ങൾ പെട്ടെന്ന് ഇതുവരെ ഒന്ന് വരണം. അദ്ദേഹം അപ്പം തന്നെ കൂടുതൽ ഒരുങ്ങിയ മാറ്റമൊന്നും ചെയ്തില്ല. നാട്ടിലെ വസ്ത്രത്തിൽ തന്നെ ബസ് സ്റ്റാൻഡിലേക്ക് ചെന്നു. അങ്ങനെ ആ സ്ത്രീയുമായിട്ട് ഇദ്ദേഹം മുങ്ങുകയാണ്. അപ്പോൾ വീട്ടിൽ സമയത്ത് കാണാത്തത് കൊണ്ട് പെട്ടെന്ന് അന്വേഷണം ഉണ്ടായി. കാരണം എങ്ങും പോകുന്ന ആളല്ല, സാധാരണ സ്കൂൾ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന ആളാണ്. അങ്ങനെ പുറത്തേക്കൊക്കെ ആവശ്യത്തിന് പോയാൽ പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലെത്തുന്ന ആളാണ്. അങ്ങനെ ഒരാളിനെ കാണുന്നില്ല, അങ്ങനെ എങ്ങും പോയ ആളല്ല. വൈകുന്നേരം രാത്രിയായിട്ട് വീട്ടിൽ എത്തിയില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും ബന്ധുക്കളും, മാഷാ അല്ലാഹ്, നല്ല തടിയും തണ്ടുള്ള 3-4 സഹോദരങ്ങളുണ്ട്. അവരൊക്കെ പരക്കം പായുന്നു. പോലീസ് സ്റ്റേഷൻ അവിടെ ഇവിടെയൊക്കെ അന്വേഷണം. അവസാനം ഒടുവിൽ അവർക്ക് കൂടുതൽ അന്വേഷണത്തിൽ മനസ്സിലായി ഈ സ്കൂൾ കുട്ടികളുടെ ഒരു മാതാവും അപ്രത്യക്ഷമായിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ അന്വേഷണ നിലയ്ക്ക് നീങ്ങുകയും പോലീസ് അവരുടെ ഫോണിൽ ബന്ധപ്പെടുകയും കാര്യം ഉറപ്പിക്കുകയും 2 പേരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ 2 പേരും എത്തിയ രംഗം സഹോദരങ്ങൾ പറയുന്നുണ്ട്. പയ്യൻ്റെ തോളിൽ ഈ സ്ത്രീ കൈയിട്ട് അങ്ങനെ വരുന്നു. സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴും തോളിൽ നിന്ന് എടുക്കുന്നില്ല. അങ്ങനെ ഈ പുരുഷനെ കൊണ്ടേ ഞാൻ പോവും, ഈ പുരുഷന് എൻ്റേതാണ് എന്ന മട്ടിലാണ് അവളുടെ നിലപാടും തീരുമാനവും. പയ്യൻ പ്രത്യേകിച്ചൊന്നും പ്രതികരിക്കുന്നില്ല, അവളെ കൂടെ തന്നെ ഇരിക്കുന്നു. സഹോദരങ്ങളെ കണ്ടിട്ട് വേറെ ഭാവമാറ്റങ്ങളൊന്നുമില്ല. ഒരു സാധാരണ മനുഷ്യന്മാർക്കുണ്ടാകുന്ന മനോവികാരങ്ങളൊന്നും പ്രകടിപ്പിക്കുന്നില്ല. അപ്പോൾ കാഴ്ചയിൽ തന്നെ ഇദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആളല്ല മാന്യനായ ഇദ്ദേഹം, ഞങ്ങളുടെ ഈ സഹോദരൻ ഇത്ര പെട്ടെന്ന് ഇത്രയും വൃത്തികെട്ട ഒരു കാര്യത്തിലേക്ക് പോയോ? അതിന് ഇല്ലല്ലോ. ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കൂടോത്രങ്ങളോ മറ്റോ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് അവർ ചിന്തിച്ചത്. അങ്ങനെ പോലീസുമായിട്ട് സംസാരിച്ച് പയ്യനെ തൽക്കാലം സഹോദരങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. പിന്നീട് നിങ്ങൾ തീരുമാനിച്ചോ എന്ന നിലയ്ക്ക് അങ്ങനെ പയ്യനെയും കൂട്ടി അവരെ മന്ത്രിക്കാൻ തന്നെ തീരുമാനിച്ചു. അതിനന്ന് ഡോക്ടർ എറണാകുളത്ത് ഉണ്ട്.
ഞാൻ തിരുവനന്തപുരത്താണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എറണാകുളത്തേക്ക് എത്താൻ അല്പം താമസം വരും, ടൗണിലേക്ക് ഈ ചികിത്സ നടക്കുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ അവർ നേരത്തെ എത്തി അവിടെ റൂമെടുത്ത് തങ്ങി. ഞാൻ ഡോക്ടറും ഒരു ദിവസം കഴിഞ്ഞാണ് അവിടെ എത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു സംഭവം കൂടി ഉണ്ടായി. അതായത് ഇവർ റൂമെടുത്ത് തങ്ങിയ ആ സ്ഥലത്ത് ഇവർ ഒരുമിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ പയ്യൻ പെട്ടെന്ന് വെളിയിലിറങ്ങി സഹോദരങ്ങളെല്ലാം റൂമിനകത്ത് ഇരിക്കുന്ന സമയത്ത് വെളിയിൽ നിന്ന് കുറ്റിയിട്ട് പിന്നെ പുറത്തേക്ക് പോയി. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയത് പിന്നെ ആൾ പുറത്തേക്ക് പോയി. അപ്പോൾ കുറ്റിയിട്ട ഒക്കെ മനസ്സിലാക്കി. പിന്നെ കതകിലൊക്കെ മുട്ടി വെളിയിലുള്ളവർ വന്നിട്ട് തുറന്ന്, അപ്പോൾ ഇദ്ദേഹം എവിടെ പോയെന്നവർക്കൊക്കെ അറിയാൻ പറ്റാതായി. എന്നാൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അവർ പോലീസ് സ്റ്റേഷന്, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റോപ്പുകൾ എല്ലാം നോക്കി. ഇതിൻ്റെ ഇടയിൽ സഹോദരൻ തന്നെ വിളിച്ചു, ഇറങ്ങിപ്പോയ സഹോദരൻ തന്നെ വിളിച്ചു ഇവരെ ഫോണിൽ. വേറൊരാളെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത്. അയാളെ ഫോണില്ല, പൈസയില്ല, പോയാൽ അങ്ങോട്ട് ദൂരോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞ് എൻ്റെ പൈസയൊന്നുമില്ല, ഞാനിങ്ങനെ ഒരിടത്തുണ്ട്, ഇന്നടുത്ത് നിൽക്കുകയാണ്, പിന്നെ നീ എന്താ ഇറങ്ങിപ്പോയത്? അതെനിക്കറിയില്ല, എനിക്ക് പെട്ടെന്ന് അങ്ങനെ പോകണമെന്ന് തോന്നി ഇങ്ങോട്ട് വന്നതാണ്. നിങ്ങൾ ഇങ്ങോട്ട് വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയി, എൻ്റെ ഓട്ടോറിക്ഷ പിടിച്ച് വരാനുള്ള പൈസയൊന്നും ഇല്ല. അപ്പോൾ പറഞ്ഞ് നീ അവിടെ നിന്നില്ലേ, ഞങ്ങളിത് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ സ്റ്റേഷനിലെത്തിയ ഒരു പോലീസിനോട് പറഞ്ഞിട്ട് അവൻ നിൽക്കുന്നിടത്തേക്ക് തന്നെ അവർ പുറപ്പെട്ടു. ഈ ഫോണിൻ്റെ ഉടമയോട് പറഞ്ഞ് ആൾ മാറാമെന്ന് നോക്കിക്കൊള്ളണം. അങ്ങനെ അവിടെ പോയി പയ്യനെ കൂട്ടി റൂമിലേക്ക് വന്നു. പിന്നെ അവർ കൂടുതൽ ജാഗ്രത പുലർത്തി. പിറ്റേന്ന് ഞങ്ങളവിടെ എത്തുന്നു. ഒരു ദിവസം അദ്ദേഹത്തെ മന്ത്രത്തിന് വിധേയമാക്കുന്നു. വേറെ കൂസലൊന്നുമില്ല. അദ്ദേഹത്തിനോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് പശ്ചാത്താപമോ അല്ലെങ്കിൽ ചെയ്തത്തെ വിഷയത്തിൽ കുറ്റബോധമോ വേറൊരു ഒരു സാധാരണ പുരുഷനുണ്ടാകുന്ന മനോവികാരങ്ങളൊന്നും അദ്ദേഹം പ്രകടിപ്പിക്കുന്നില്ല. ഒരു കൂസലില്ലാതെ ഇരുന്ന് മന്ത്രത്തിന് സഹോദരങ്ങളൊക്കെ പറയണമല്ലോ, അപ്പോൾ ഇരിക്കാൻ പറഞ്ഞ് അങ്ങനെ മന്ത്രിക്കുന്നു. രണ്ടാം ദിവസം ഡോക്ടർ പറഞ്ഞു നമുക്ക് നീട്ടിക്കൊണ്ടുപോകണ്ട, ഛർദ്ദിപ്പിക്കാം. വേറെ ലക്ഷണങ്ങളോ കൈവശം ഉള്ളിൽ ചെന്നതിൻ്റെ മറ്റേ ലക്ഷണങ്ങളോ ഒന്നും കാണിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും രണ്ടാം ദിവസം നമ്മൾ ഛർദ്ദിപ്പിച്ചപ്പോഴാണ് ആളിൻ്റെ മനോവികാരങ്ങൾ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം വളരെ വിങ്ങിപ്പൊട്ടി കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു എനിക്ക് മക്കളെ കാണണം, വളരെ പെട്ടെന്ന് കാണണം, എനിക്ക് സഹിക്കാൻ കഴിയുന്ന, ഞാൻ ചെയ്ത വലിയ ഗുരുതരമായി പോയി, എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ വീട്ടിൽ വിളിച്ചു. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഉമ്മ മക്കളെയും കൂട്ടി എറണാകുളത്തേക്ക് വന്നു. ഇവിടെ പിന്നെ ശരിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ വിഷയങ്ങളൊക്കെ അറിഞ്ഞപ്പം തന്നെ ഭാര്യ ഹൗസിലേക്ക് തന്നെ പോയി, ഇനി ഈ ഇദ്ദേഹത്തിനെ വേണ്ട, ഇദ്ദേഹത്തിന് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്ന അവസ്ഥയിലായി. ഒടുവിൽ 3 ദിവസത്തെ ചികിത്സ കഴിഞ്ഞു. അദ്ദേഹം പൂർണ്ണമായി മനസ്സ് സ്വയം നിയന്ത്രിക്കുന്ന അവസ്ഥയിൽ വന്നു. അദ്ദേഹത്തിന് പറ്റിയത് ഈ സ്ത്രീയുടെ ചായ കുടിപ്പീരാണെന്ന് മനസ്സിലായി. അതിനെല്ലാം വളരെ കുറ്റബോധവും പശ്ചാത്താപവും ഉണ്ടായി. പിന്നെ അവരെ കുടുംബം തമ്മിൽ പിന്നെ ഭാര്യയായിട്ട് യോജിക്കുന്നതിന് വേണ്ടുന്ന നടപടികളിൽ ഇതിലേക്ക് നീങ്ങി. ഇതൊരു കൈവശവും കൂടോത്രവുമായിരുന്നു എന്ന് ഞാനും ഡോക്ടറും കൂടി ഒരു ലെറ്റർ പേഡിൽ എഴുതി കൊടുത്താണ് അതിന് പരിഹാരം ഉണ്ടാക്കിയത്. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കൂ, ഒരു കുടുംബത്തിൻ്റെ തകർച്ച ഇന്നത്തെ കാലത്ത് നമ്മൾ എത്രത്തോളം ജാഗ്രതയും ശ്രദ്ധയും വേണം. ആരെങ്കിലും ഒരു ചായ കൊടുത്താൽ അത്ര പെട്ടെന്ന് നമ്മളത് സ്വീകരിച്ച് കുടിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം എന്തുദ്ദേശത്തിലാണ് അങ്ങനെ ഒരു ചായ കുടിക്കാൻ അർഹപ്പെട്ടെടുത്തു നിന്നാണ് ഞാൻ കുടിക്കുന്നത് എന്നൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. കാരണം പൈശാചികമായ ഇത്തരത്തിലുള്ള കൂടോത്രങ്ങളും കൈവിഷങ്ങളും ഷറുകളൊക്കെ കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. കാരണം ദിക്റും ദ്വായും അമലുകളുടെയും കുറവ്, ഇനി അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഈ മീഡിയയുടെ ഉപയോഗം, മൊബൈൽ ഉപയോഗം കാരണം അത്തരം പ്രൊട്ടക്ഷനുകൾ നമുക്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള കൈവശങ്ങളും കൂടോത്രങ്ങളും പൈശാചികതയും
പെട്ടെന്ന് നമ്മളെ ബാധിക്കാനുള്ള സാധ്യത വളരെ ഏറെയാണ്. ഇത് ഇന്നത്തെ കാലത്ത് അത്തരം ഈ കൂടോത്രങ്ങൾ ചെയ്യുന്ന ആളുകളും അത്തരം കൂടോത്ര പ്രവർത്തനങ്ങളും വർദ്ധിച്ചിരിക്കുകയാണ് പഴയതിനേക്കാൾ. അത് കാലം കഴിയുന്തോറും വർദ്ധിച്ചു കൊണ്ടുപോകും. അങ്ങനെ ഏറ്റവും വലിയ കൂടോത്രക്കാരനായ ദജ്ജാൽ വരുന്ന ആ സമയത്തേക്ക് കാലം അടുക്കുന്നത് കൊണ്ട് ഇതിൻ്റെ വർധനവും കൂടിക്കൊണ്ടിരിക്കും എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത് പ്രിയമുള്ളവരെ. അതിനാൽ വളരെ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം വിഷയങ്ങൾ നമുക്കുണ്ടാകാതിരിക്കാൻ അമലിയായ ത്വാക്കത്തും ഈമാനിയായ കരുത്തും ഒക്കെ ഒപ്പമുള്ളതിനോടൊപ്പം നമുക്ക് ജാഗ്രതയും ഉണ്ടാകണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇത്തരം പാഠങ്ങൾ നമുക്കും പാഠമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. كفاني علم ربي من سؤال